ഇടുക്കി കാഞ്ചിയാറിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശമുണ്ടാക്കി. തുടർച്ചയായി രണ്ടാം ദിവസവും ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ പേഴുങ്കണ്ടം കുട്ടിമൂപ്പൻ കവലയിൽ കാട്ടാന നാശം വിതച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ 5ലധികം കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചിരുന്നു. അടുത്ത ദിവസവും പുലർച്ചെയെത്തിയ ആന കൃഷിനാശമുണ്ടാക്കി. വീടുകളുടെ സമീപം വരെയാണ് കാട്ടാനകൾ എത്തുന്നത്. ഇതോടെ ഭയപ്പാടോടെ ഉറക്കമിളച്ച് രാത്രി തള്ളി നീക്കേണ്ട ഗതികേടിലാണ് മേഖലയിലെ കർഷകർ. വീടിന്റെ തൊട്ട് വീടിനോട് ചേർന്നല്ലേ പോയത്. അവിടെ കണ്ടില്ലേ, അവിടെ വീട്, ആ വീടിന്റെ സൈഡിൽ നിന്ന് വാഴയല്ലേ കുത്തി, അപ്പുറത്ത് തൊഴിച്ച് രണ്ടിൻ്റെയും മധ്യയിൽ നിന്ന് വാഴയല്ലേ തകർത്തിട്ടിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ തെങ്ങും തൈയാണ് പടർത്തിയിട്ടിരിക്കുന്നത്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് വനാതിർത്തിയിൽ നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് ഇവ വീണ്ടും എത്താൻ തുടങ്ങിയത്. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയുടെ ശല്യവും രൂക്ഷമാണ്. ഇവിടെ ട്രെഞ്ച് ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയതിൻ്റെ ഒരു കുഴപ്പങ്ങളുമുണ്ട്. അതൊന്ന് പുതുക്കി പണിയുകയും പിന്നെ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഈ ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം വരുവാണെങ്കിൽ മാത്രമേ ഈ ആനയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യങ്ങളും ഭയങ്കരമായിട്ട് രൂക്ഷമാണ്. സ്ഥിരമായി കാട്ടാനയെത്തുന്നത് ആളുകളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാല പട്രോളിംഗ് നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ഇടുക്കി.